സ്ത്രീകൾ ജോലി ചെയ്യുന്ന അടുക്കളയിൽ ജനൽ പാടില്ല എന്നൊരു പുതിയ നിയമം വരുന്നു. പുരുഷന്മാർ കാണുമെന്നതാണ് കാരണം. അയൽക്കാർക്ക് സ്ത്രീകളെ കാണാത്ത വിധം വീടുകളിലെ മതിലുകൾ ഉയർത്തിക്കെട്ടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. താലിബാനാണ് ഈ വിചിത്ര നിയമം ഏർപ്പെടുത്തിയത്. ജനലുകൾ തുറന്നിടുമ്പോൾ പുറമെയുള്ള പുരുഷന്മാർ സ്ത്രീകളെ കാണുന്നതിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താലിബാന്റെ പുതിയ നീക്കം. സ്ത്രീകളെ അയൽക്കാരായ പുരുഷന്മാർ കാണുന്നത് അശ്ലീലമാണെന്നും താലിബാൻ പറയുന്നു. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ സ്ത്രീകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ ജനലുകൾ പാടില്ല. വീടുകളിലെ മുറ്റവും കിണറും അയൽവാസിക്ക് കാണാൻ സാധിക്കാത്ത വിധം മറച്ചു കെട്ടണം. ജനലുകളുള്ള കെട്ടിടങ്ങൾ സീല് ചെയ്യുമെന്നും അതിനാൽ പഴയ കെട്ടിടങ്ങളിൽ നിന്നും ജനലുകൾ നീക്കം ചെയ്യണമെന്നും താലിബാൻ വക്താവ് സാബിനുള്ള മുജാഹിദ് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി താലിബാന്റെ കീഴിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണ്. 1.5 കോടിയിലേറെ സ്ത്രീകൾ വീടുകളിൽ മാത്രമായി തളയ്ക്കപ്പെട്ടു. ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം താലിബാൻ നിഷേധിച്ചിരുന്നു. ഭർത്താവിന്റെയോ പിതാവിന്റെയോ ഒപ്പമല്ലാതെ സ്ത്രീകൾ പൊതുനിരത്തിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശവുമുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച താലിബാൻ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു. ഹിജാബ് ധരിക്കാതെ സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്ന നിയമവും പ്രാബല്യത്തിൽ വരുത്തി. ഇതിനു പിന്നാലെയാണ് ജനലുകൾ നീക്കം ചെയ്യുന്ന വിചിത്ര നിയമവുമായി താലിബാൻ വീണ്ടും രംഗത്തെത്തുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കെതിരായ കർശനമായ നിയമങ്ങൾ നടപ്പാക്കാൻ സ്ത്രീകളെ തന്നെ ചാരപ്പണിക്ക് താലിബാൻ നിയോഗിച്ചിരുന്നു. ഉറക്കെ മിണ്ടുന്നവരെയും ചിരിക്കുന്നവരെയും ഉൾപ്പെടെ പിടികൂടാനാണ് ഇവർക്കുള്ള നിർദ്ദേശം. 2021 അധികാരത്തിൽ വന്നതിന് ശേഷം വനിതകൾ വീടിന് പുറത്തിറങ്ങി തൊഴിൽ ചെയ്യുന്നതും സ്കൂളുകളിലും സർവകലാശാലകളിലും പഠിക്കുന്നതും താലിബാൻ വിലക്കിയിരുന്നു. എന്നാൽ പ്രൊപ്പഗേഷൻ ഓഫ് വെർച്യു ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസ് എന്ന സദാചാര മന്ത്രാലയത്തിന് കീഴിൽ ഇപ്പോഴും ചില വനിതകൾ ജോലി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും അടിച്ചമർത്തപ്പെടുന്ന വിഭാഗമായ അഫ്ഗാൻ സ്ത്രീകളെ നിരീക്ഷിക്കുന്ന ജോലിയാണ് ഈ ചാര വനിതകൾ ചെയ്യുന്നത്. മറ്റ് വനിതകളെ കൈകാര്യം ചെയ്യുകയാണ് ഇവരുടെ ദൗത്യമെന്ന് മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് ദിനപത്രമായ ടെലിഗ്രാഫിനോട് സംസാരിക്കവേ പറഞ്ഞു. ഇൻസ്റ്റഗ്രാം പേജുകൾ നിരീക്ഷിക്കുകയും മുഖം മറയ്ക്കാതെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമാണ് ഇവരുടെ ഡ്യൂട്ടി. സ്ത്രീകൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്ന വ്യവസ്ഥയിലാണ് ചില സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുക എന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. താലിബാനിലെ വനിതാ അംഗങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കുന്നത് നിയമലംഘനമല്ലെന്ന ചോദ്യത്തിന് വേശ്യാവൃത്തിക്കെതിരെ പോരാടാൻ സ്ത്രീകൾ തങ്ങളെ സഹായിക്കുന്നത് സ്വീകാര്യമാണെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഓരോ ദിവസവും വ്യത്യസ്തമായ ജോലിയാണ് ചെയ്യുന്നതെന്ന് MBVPക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചാര വനിത പറഞ്ഞു. ചില ദിവസങ്ങളിൽ ചാരിത്ര്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കാത്തവരെ കണ്ടെത്താൻ നഗരത്തിൽ പെട്രോളിംഗിനിറങ്ങും. മറ്റു ചില ദിവസമാകട്ടെ ഡ്രസ് കോഡ് പിന്തുടരാത്ത സ്ത്രീകളെ കണ്ടെത്താൻ വിവിധയിടങ്ങളിൽ സന്ദർശിക്കുമെന്നും അവർ വ്യക്തമാക്കി. മുഖം മറയ്ക്കാതെയോ ഉറക്കെ സംസാരിക്കുന്നതോ ആയ സ്ത്രീകളെ ഇവർ കണ്ടെത്തും. ശേഷം പുരുഷന്മാരായ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും. സദാചാരം പാലിക്കാത്ത വനിതകളെ കൈകാര്യം ചെയ്യുക ഈ ഉദ്യോഗസ്ഥരാണ്. വനിതാ പ്രാതിനിധ്യത്തിനു വേണ്ടി വാദിക്കുകയും തെരുവുകളിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കുന്നില്ല എന്നും വഷളത്തരം കണ്ടുമടുത്ത തന്നെപ്പോലുള്ള മുസ്ലിം സ്ത്രീകളെ അല്ല അവർ പ്രതിദാനം ചെയ്യുന്നതെന്നും ഉദ്യോഗസ്ഥ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.